ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പെല്ലിന് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഷിഫ്റ്റിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. എക്സ്ട്രാ ഷിഫ്റ്റാണ്, എക്സ്ട്രാ മണി, എക്സ്ട്രാ ഷിഫ്റ്റ്. അപ്പോൾ രാവിലെ തന്നെ ചെറുതായിട്ടൊന്ന് യോഗ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മണിക്കൂറുകളുടെ യോഗയൊന്നുമല്ല കേട്ടോ, ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസ്. അതുകൊണ്ട് ഉടുപ്പൊന്നും മാറില്ല കേട്ടോ. ഇന്നലെ ഇട്ട് കിടന്ന ഉടുപ്പ് തന്നെ ഇട്ട് അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, ക്വിക്ക്ലി ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ്. സോ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പുറത്ത് അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് മഴയൊക്കെ ചാറി ഇങ്ങനെ കിടക്കുക. അപ്പോൾ തണുപ്പിന് പറ്റിയിട്ടുള്ള ഉടുപ്പൊക്കെയാണ് എടുത്തേക്കുന്നത്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നനയുക, അത്രേ ഉള്ളൂ. ഒരു കുടയുണ്ട്, പക്ഷെ അതുകൊണ്ട് പോകാൻ വേണ്ടി അവിടെ കൊണ്ടു വെച്ച് മറന്നു പോയാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാമപ്പ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചൂടാക്കിയത് ലേശം അധികം ചൂടായിപ്പോയി. ഇനിയിപ്പം ഇത് ആറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഇന്നലത്തെ ഡിന്നർ കഞ്ഞിയായിരുന്നു, ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞി തന്നെയാണ്. കുറച്ച് പാവയ്ക്ക, ഉണക്കപ്പാവയ്ക്ക വറുത്തതുമുണ്ട്, പിന്നെ ചെറിയൊരു ഉണക്കമീൻ്റെ കഷ്ണമുണ്ട്. ബാക്കി ഉണക്കമീൻ ഞാൻ ഇന്നലെ തിന്നിർത്തു. കഞ്ഞി ചൂടാറ്റാൻ വെച്ച സമയങ്ങൾ ഓടിപ്പോയി ഞാൻ ടോപ്പ് മാറിയിട്ട് വന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ചൂടാവും തിരിച്ചു വരുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി തണുപ്പിൻ്റെ സാധനമൊക്കെ ഇട്ടു വന്നു. ഇതാകുമ്പോൾ കുറച്ചുകൂടെ തിന്നായിട്ടുള്ളൊരു ഹുഡിയാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തലയിലിടാൻ കവറും ഉണ്ട്. മണ്ണാക്ക് വരെ പൊള്ളാണ്, ചൂടായിപ്പോയി. ഇതൊക്കെ ആറ്റി തിന്നിട്ട് ഞാൻ ഇനി എപ്പോൾ പോകാനാണാവും. നമുക്ക് പണ്ടേ കഞ്ഞിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത്രയും ചൂടാക്കാൻ പാടില്ലായിരുന്നു. ഐ വാസ് ഓൾവേസ് ലൈക്ക് എന്ത് കിട്ടിയാലും തിന്നാന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു. നമ്മൾ എടുത്തു വെച്ചതിൻ്റെ ഹാഫ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് കുടിക്കാനുള്ള സമയമില്ലയെന്ന് എന്തോ മനസ്സിൽ നിന്നൊരു ഉൾവിളി വന്നു. ഇനി അവിടെ കുടിച്ചുകൊണ്ടിരുന്ന് വൈകി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും പ്രശ്നമാവും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഷിഫ്റ്റിൻ്റെ എൻ്റെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 350 pounds ആട്ടോ. 350 pounds എന്നാണ് അത് റോട്ടയിൽ കാണിക്കുന്നത്. അതിൽ നിന്ന് ടാക്സ് കഴിഞ്ഞ് എത്ര എൻ്റെ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് ബാങ്ക് ഷിഫ്റ്റ്, എക്സ്ട്രാ ഷിഫ്റ്റ് ഒന്നും കിട്ടാനേ ഇല്ലെന്ന് ഞാൻ പൊതുവെ വീഡിയോസിൽ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് കിട്ടുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നമുക്ക് സാധാരണ ഇവിടെ ആരെങ്കിലും ഷിഫ്റ്റിലുള്ളൊരു സിക്ക് വിളിച്ചാൽ ഷിഫ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പോകുന്ന ഇന്ന് അങ്ങനെയല്ല. ഇതൊരു എക്സ്ട്രാ ഷിഫ്റ്റായിട്ട്, അതായത് ഞാനിപ്പോൾ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ഷിഫ്റ്റായിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് ഇപ്പോൾ കോവിഡ് തൊട്ട് കുറേ സർജറികൾ ഇങ്ങനെ മുടങ്ങി കിടക്കുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ തിയേറ്ററും റിക്കവറിയും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ICU ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ടേ മുടങ്ങി കിടന്ന് കുറേ സർജറികൾ ഇപ്പോൾ ചെയ്ത് തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ എക്സ്ട്രാ ലിസ്റ്റുകളായിട്ടിടും. അപ്പോൾ ഒരു സ്പെസിഫിക് തിയേറ്ററിന് വേണ്ടിയിട്ട് അസൈൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് ചെല്ലണം. ഞാൻ മാക്സിമം സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഒരു ഷിഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ഷിഫ്റ്റിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അങ്ങനെയുള്ള ബ്രേക്കുകളൊക്കെ കിട്ടും. ഇന്നത്തെ ഷിഫ്റ്റിന് ബ്രേക്ക് അലവൻസ് ഒന്നും ഇല്ല. നമുക്ക് ബ്രേക്ക് വേണമെങ്കിൽ ടൈം നമ്മൾ തന്നെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ ബ്രേക്ക് നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന പബ്ലിക് ന്യൂസൻസ് എന്ന് പറഞ്ഞ കമൻറ്റൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത് വളരെ കൺട്രി സൈഡിൽ കൂടെയാണ്. അപ്പോൾ ഇവിടെ പൊതുവെ ആൾക്കാരിങ്ങനെ അധികം ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഡോഗിനെയും കൊണ്ടൊക്കെ വോക്കിന് ഇറങ്ങിയേക്കുന്നവരുണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആൾക്കാരെ കണ്ടാൽ തന്നെ അവർക്ക് മാക്സിമം ഡിസ്റ്റർബൻസ് ആവാത്ത രീതിക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അവർ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നടക്കുമ്പോൾ ഞാൻ വഴിയിലാരും ഇല്ലയെന്നൊക്കെ ഉറപ്പ് വരുത്തി മാക്സിമം അവർക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിക്കാണ് ഞാൻ വീഡിയോസ് എടുക്കാറ്. ഇപ്പം നമ്മളൊരു ടൗണിലൊക്കെ പോയി കുറേ ആൾക്കാർ നടക്കണതിൻ്റെ ഇടയ്ക്കുണ്ട് ഇങ്ങനെ ക്യാമറ അല്ലെങ്കിൽ ഫോൺ പൊക്കി പിടിച്ച് ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ നല്ലപോലെ പബ്ലിക് നോയ്സൻസ് ആവും. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, മെട്രോയിലോ ട്രെയിനിലോ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ആൾക്കാരിങ്ങനെ ഡാൻസും കളിച്ച് നടക്കുന്നത്. ചിലരത് ചീറപ്പ് ചെയ്യും, ചിലർക്ക് ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വരില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ പോയി നിൽക്കുമ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. ബാക്ക് ടു മൈ ഷിഫ്റ്റ് ഡീറ്റെയിൽസ്. പിന്നെ ഈ ഷിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ 1 യൂണിറ്റായിട്ടാണ് ഷിഫ്റ്റ് ഇടുന്നത്. അതായത് പ്രത്യേക ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റ് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കറക്റ്റായിട്ട് അവർ ഇടുന്നത് 8 to 6 ആയിട്ടാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഷിഫ്റ്റ് ചെയ്യുമ്പം നമുക്ക് വേണമെങ്കിൽ സാഹചര്യങ്ങൾ അലോ ചെയ്യുവാണെങ്കിൽ പോരാൻ തിരിച്ച്. നമ്മൾ വരുന്നത് ഒരു NH ഒക്കെ ക്രോസ് ചെയ്തിട്ടാട്ടോ വരുന്നത്. NH അല്ല, M4 ആണ് ആക്ച്വലി. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ എപ്പോഴുള്ളൊരു പേടിയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ 70 miles per hour വരുന്ന വണ്ടികൾ, അതായത്
ഒരു 110-120 km/h ഒക്കെ ആയിരിക്കും. പെട്ടെന്ന് വണ്ടിക്ക് ബ്രേക്കോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്നെയും കൊണ്ട് വണ്ടി പോകുമല്ലോ ഞാൻ ആലോചിക്കാറുണ്ട് പൊതുവെ. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കയറി. പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ തിരക്കായിരുന്നു കേട്ടോ, കുറച്ചുകൂടെ അലച്ചിലൊക്കെ ആയിരുന്നു. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് 1-2 ചായ കുടിക്കാനുള്ള സമയമൊക്കെ നമ്മൾ കണ്ടെത്തി. പിന്നെ യൂഷ്വൽ തിരക്കുകൾ, രോഗികൾ വരുന്നു, നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, പറഞ്ഞയക്കുന്നു, അങ്ങനെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല കേട്ടോ. ഡ്യൂട്ടി കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പോകാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അത്രയ്ക്ക് നേരത്തെ ഒന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഫുഡ് കിട്ടിയതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരുന്നു. അൺഹെൽത്തിയാണ്, എന്നാലും ഒരു സന്തോഷം. നമ്മൾ വിശന്നിരിക്കുമ്പം ഇന്ന് ഞാൻ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായില്ല കേട്ടോ, അവിടെ നിന്ന് കിട്ടുന്നുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി. അങ്ങോട്ട് നമ്മൾ ഓടിപ്പിടിച്ച് വെപ്രാളി ചേർന്ന് കേട്ടോ പോയത്. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്തിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ ചെന്നതെന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ച് നമ്മൾ വളരെ സ്ലോ ആയിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് നേച്ചർക്ക് ആസ്വദിച്ചാണ് പോകുന്നത്. പോരാത്തതിന് ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കിട്ടിയായിരുന്നു. പിസ്സ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡബിൾ ഹാപ്പിയാണ്. ഈവൻ ദോ ഷിഫ്റ്റ് കുറച്ച് തിരക്കായിരുന്നെങ്കിലും കഴിഞ്ഞ് സൂപ്പറായിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് യു കെയിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന യു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് സിറ്റി പോലത്തെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിയൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ ആരോ ഒരു വീഡിയോയിൽ കമൻ്റ് അടിച്ചേക്കുന്നുണ്ട്, നടന്ന് വയനാട്ടിലെത്തിയ പോലെ ഉണ്ട് യു കെ ഒന്നല്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു കൺട്രി സൈഡിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, കണ്ടില്ലേ, തേക്കാത്ത മതിലും ഓടിട്ട വീടും തേക്കാത്ത ഇഷ്ടിക വെച്ച വീടുകളും. അത് നേച്ചറുമായിട്ട് കുറച്ചും കൂടെ രമ്യതപ്പെട്ടു പോകാൻ പാകത്തിന് നേച്ചറിനെ പ്രിസർവ് ചെയ്യുന്ന രീതിക്ക് അവർ വീടുകൾ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ വീടുകൾ കണ്ട് എനിക്കിതാണ് ഇഷ്ടം. തണുപ്പിൻ്റെ സമയത്ത് അകത്ത് ചൂട് പ്രിസർവ് ചെയ്യാൻ പറ്റത്തക്ക രീതിക്കാണ് അവർ വീടുകൾ ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ മിക്ക സ്ഥാപനങ്ങളിലും തന്നെ എയർകോണും ഫാനും ഒന്നും ഇല്ല. എല്ലായിടത്തും തന്നെ ഉള്ളത് ഹീറ്ററേ ഉള്ളൂ. സമ്മറിൻ്റെ സമയത്ത് എല്ലാവരും ഹീറ്റർ ഓഫാക്കും. വിൻ്ററിൻ്റെ സമയമാകുമ്പോഴേക്കും ഒരു ഒക്ടോബർ കഴിയുമ്പോഴേക്കും എല്ലാവരും തന്നെ ഹീറ്റർ ഓണാക്കും. അങ്ങനെയാണ്. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഫാൻ വാങ്ങിക്കുന്ന കാണാറുണ്ട് ആൾക്കാർ. അപ്പം ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വരാറില്ല. ഇന്നിപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സമ്മറായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്നൊക്കെ നല്ല മഴ പെയ്തായിരുന്നു. അപ്പോൾ നല്ലൊരു തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു നടക്കാൻ പറ്റിയൊരു വെതർ, ചെറിയൊരു തണുപ്പും ചെറിയൊരു കാറ്റുമൊക്കെ ഉണ്ട്. എന്നാൽ ടോളറബിളായിട്ടുള്ള തണുപ്പ്, നല്ല സുഖമുള്ളൊരു തണുപ്പ്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മഴയ്ക്ക് മുമ്പ് വീട്ടിൽ കയറണം. നല്ല അടിപൊളി എന്തെങ്കിലും ഡിന്നർ ഉണ്ടാക്കി കഴിക്കണം. സൂപ്പറായിട്ടൊരു കുളി പാസ്സാക്കണം. അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. നാളെ നമുക്ക് വീണ്ടും ഷിഫ്റ്റ് ഉണ്ട്. നാളെ ഞായറാഴ്ചയാണ്. നാളെ 8 to 8 ആണ് ഷിഫ്റ്റ്. നാളത്തെ ഷിഫ്റ്റിന് കറക്റ്റ് സമയത്ത് തന്നെ ചെല്ലണം, കാരണം അത് ടൈംലി ആയിട്ടുള്ള ഷിഫ്റ്റാണ്. ഇന്നത്തെ ഷിഫ്റ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.